ഉത്രാടം നക്ഷത്രം. 2 നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു ഗണമാണ് ഉത്രാടം നക്ഷത്രം. സൗമ്യമായ മുഖഭാവം, മൃദുവായ സംഭാഷണ രീതി, സർവോപരി പ്രസന്നത, ഇവയെല്ലാം ഇവരുടെ മുഖമുദ്രയാണ്. എല്ലായ്പ്പോഴും മുന്നേറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച മിക്കവരും. കുലീനതയോടുള്ള ആകൃതിവിശേഷം, ലളിതവും ഉചിതവുമായ വേഷവിധാനം, ഇവയെല്ലാം ഇവരെ ഏത് രംഗങ്ങളിലും മാന്യത ലഭിക്കുവാൻ ഇടവരുത്തുന്നു. ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവസാനം വരെ പരിശ്രമിക്കുക എന്നത് ഇവരുടെ ഒരു ശീലം തന്നെയാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച മിക്കവരുടെയും മുഖത്തോ അരയിലോ ഒരു മറുകടയാളം കണ്ടെന്നും വന്നേക്കും. കണ്ണുകളിൽ ഒരു ചുവപ്പ് നിറവും ഉണ്ടാകുന്നതാണ്. ധാരാളം സുഹൃത്തുക്കളെ ആകർഷിക്കുന്ന സ്വഭാവമുള്ള ഉത്രാടം നക്ഷത്രക്കാർ ഉപകാരസ്മരണ ഉള്ളവരും ആയിരിക്കും. മിതവ്യയവും ആത്മാർത്ഥതയും ഇവർ പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാര്യത്തിലും അലസത ഇഷ്ടപ്പെടാത്ത ഉത്രാടം നക്ഷത്രക്കാർ സമയത്തിന് വലുതായ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. വാചാലതയും സൽഗുണങ്ങളും ഒത്തിണങ്ങിയ ഇവരുടെ ഹൃദയരഹസ്യങ്ങൾ ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നെന്നും വരാറില്ല. എന്നുവെച്ചാൽ ദീർഘകാല സുഹൃത്തുക്കളോട് മാത്രമേ ഇവർ രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങൾ സംസാരിക്കുകയുള്ളൂ എന്ന് സാരം. അഗാധമായ ഗുരുഭക്തിയും ഈശ്വരഭക്തിയും ഉള്ളവരായിരിക്കും ഇവർ. എല്ലാ വിഷയങ്ങളിലും കഴിയുന്നത്ര ആത്മാർത്ഥതയും ധാർമ്മികതയും പുലർത്തുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ ചതിക്കണമെന്നോ ഉപദ്രവിക്കണമെന്നോ ഉള്ള ചിന്ത ഉണ്ടായിരിക്കില്ല. പക്ഷേ ഈ മനോഭാവത്താൽ തന്നെ പല അനർത്ഥങ്ങളും ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും. ഇവർ അത്ര പെട്ടെന്ന് ഒന്നിനെയും വകവെച്ചു കൊടുക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുകയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിശ്വാസം തോന്നിപ്പോയാൽ പിന്നെ ഇവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വലിയ പ്രയാസവും ആയിരിക്കും. അഹങ്കാരികളെന്ന് മറ്റുള്ളവർക്ക് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ വിനീതരും സംസ്കാരസമ്പന്നരും ആയിരിക്കും. വ്യക്തിശുചിത്വത്തിലും അനാർഭാടത്തിലും ഇവർക്ക് പ്രത്യേക നിഷ്കർഷതകളും ഉണ്ടായിരിക്കും. ഇവർ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വൃത്തിയായി സൂക്ഷിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. ഇവരുടെ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളെക്കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നത് ഇവർക്ക് വളരെയധികം സന്തോഷപ്രദമായിരിക്കും. കൂട്ടുചേർന്നുള്ള സംരംഭങ്ങളിൽ ഇവർ വളരെയധികം സൂക്ഷിക്കണം. പക്ഷേ സ്വന്തക്കാരും ആത്മാർത്ഥത ഉള്ളവരുമായ വ്യക്തികളുമായ കൂട്ടു ബിസിനസ്സിൽ ഇവർക്ക് വലിയ വിജയവും ഉണ്ടായിരിക്കും. പക്ഷേ ബിസിനസ്സിൻ്റെ കടിഞ്ഞാൻ ഇവരുടെ കയ്യിലാകുന്നതാണ് ഏറ്റവും ഉചിതം. ഏതൊരു കാര്യത്തിലും വളരെ ആലോചിച്ചും തനിക്ക് വിശ്വാസമുള്ളവരോട് ചോദിച്ചറിഞ്ഞു മാത്രമേ ഇവർ മുന്നോട്ട് പോകുകയുള്ളൂ. ജന്മനാ തന്നെ ഒരു അലസ സ്വഭാവം ഇവർക്കുണ്ടാകുമെങ്കിലും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ചുറുചുറുക്കും കൃത്യനിഷ്ഠയും ഇവർ പാലിക്കാറുണ്ട്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ദുരാഗ്രഹമോ ആഡംബര ഭ്രമമോ അധികം ഉണ്ടാവുകയില്ല. എങ്കിലും ഷാഢ്യബുദ്ധി ഉള്ളവരായ ഇവർ സന്ദർഭമോ ആവശ്യമോ നോക്കാതെ എന്തും പറഞ്ഞു പോകും. അതിനാൽ തന്നെ അഹങ്കാരികളെന്ന പേര് സമ്പാദിക്കാനും സാധ്യതയുണ്ട്. വിവാഹമോ ഭർത്താവിനെ കുറിച്ചുള്ള മനോദുഃഖമോ മൂലം ഇവർ എപ്പോഴും ഇടയ്ക്കിടെ അസ്വസ്ഥചിത്തരാകാം. ഈശ്വരഭക്തരും നിർമ്മല മനസ്കരുമായ ഇവർക്ക് പുണ്യകർമ്മങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങളിലും വളരെയധികം താല്പര്യമുണ്ടായിരിക്കും. വിശാലമായ നെറ്റി, അഗ്രം അല്പം ഉയർന്ന മൂക്ക്, ചൈതന്യമുള്ള കണ്ണുകൾ, നിരപ്പും വെണ്മയുമുള്ള പല്ലുകൾ, സാമാന്യം ദീർഘമായ ശരീരം, പ്രസന്നമായ മുഖഭാവം, ഇതെല്ലാം തന്നെ ഉത്രാടം നക്ഷത്ര ജാതരിൽ ജനിച്ച സ്ത്രീകളുടെ പൊതുവായ ചില പ്രത്യേകതകളാണ്. എന്തും നേരിടാനും സഹിക്കാനും ഇവർക്ക് കഴിവുണ്ടാകാമെങ്കിൽ കൂടി സ്നേഹശൂന്യമായ പെരുമാറ്റം ആരിൽ നിന്ന് ഉണ്ടായാലും ശരി അത് താങ്ങാൻ ഇവർക്ക് പൊതുവെ കഴിയാറില്ല. ആരോഗ്യ വിഷയത്തിലും ഇവർക്ക് കാര്യമായ ശ്രദ്ധ ഉണ്ടാകാനിടയില്ല. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, പൂരുരുട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളും, ധനുരാശിയിൽ ജനിച്ച ഉത്രാടം നക്ഷത്രക്കാർക്ക് കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളും, മകരം രാശിയിൽ ജനിച്ച ഉത്രാടം നക്ഷത്രക്കാർക്ക് ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങളും പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം ചെയ്യുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ചൊവ്വയുടെയും വ്യാഴന്റെയും ബുധന്റെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന സമയകാലഘട്ടം ആയതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാരക്രമങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റ് ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ്.
ഉത്രാടം നക്ഷത്രവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ ചെയ്യാവുന്നതാണ്. നക്ഷത്രത്തിന്റെ അധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളായ ആദിത്യ പ്രാർത്ഥന മുതലായവ ചെയ്യുന്നതും ഗുണം ചെയ്യും. അല്പസമയം സൂര്യപ്രാർത്ഥനയോടുകൂടി വെയിലേൽക്കുന്നതും നല്ലതാണ്. ധനുരാശിയിൽ ജനിച്ച ഉത്രാടം നക്ഷത്രക്കാർ വ്യാഴനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളായ വിഷ്ണു സഹസ്രനാമ ജപം, വിഷ്ണു പൂജ എന്നിവ ചെയ്യുന്നത് ഗുണം ചെയ്യും. മകരം രാശിയിൽ ജനിച്ച ഉത്രാടം നക്ഷത്രക്കാർ ശനിപ്രീതിക്കായി അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പൂജ നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും നല്ലതാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഏകദേശം 3 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ബാലാരിഷ്ടത കാലഘട്ടം നിറഞ്ഞിരിക്കുന്നതായ സമയമാണ്. 3 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ഗുണപ്രദമാണ്. ഈ സമയത്തിൽ മാതാപിതാക്കൾക്ക് അഭിവൃദ്ധി, ഉയർന്ന വിദ്യാഗുണം, വിദ്വൽ പ്രശംസ തുടങ്ങിയ ഗുണകാര്യങ്ങൾ അനുഭവമാകും. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയ കാലഘട്ടം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണപ്രദം തന്നെയാണ്. ചെറിയ ചെറിയ അനിഷ്ടതകൾ ഈ സമയത്തിൽ ഉണ്ടാകാമെങ്കിൽ കൂടി ഭാവി ജീവിതത്തിന് ഉപകാരപ്രദമാകും വണ്ണമുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഈ സമയത്തിൽ കഴിയുന്നതാണ്. വിവാഹം, സൽസന്താന പ്രാപ്തി മുതലായ സൽഗുണങ്ങളും ഈ സമയത്തിൽ അനുഭവമാകും. ഒപ്പം തന്നെ ബന്ധുവിയോഗം, മനക്കഷ്ടത തുടങ്ങിയ ക്ലേശങ്ങളും ഈ രാഹുദശയുടെ അവസാന കാലഘട്ടത്തിൽ, അതായത് 38 വയസ്സോടുകൂടി അനുഭവമാകാൻ സാധ്യതയുണ്ട്. 38 വയസ്സിന് ശേഷം 54 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണപ്രദമായിരിക്കുന്ന സമയമാണ്. 58 വയസ്സിന് ശേഷമുള്ളതായിരിക്കുന്ന കാലഘട്ടം ശാന്തിപൂർണമായ ജീവിതം കെട്ടിപ്പടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ജന്മവൃക്ഷം പ്ലാവാണ്. കാളയാണ് മൃഗം. കോഴി പക്ഷി, പുരുഷയോനി, മനുഷ്യഗണം, വിശ്വദേവതകളാണ് താരദേവത. ഉത്രാടം നക്ഷത്ര ജാതരായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യ 1 ആണ്. ഭാഗ്യ ദിവസം ഞായറാഴ്ചയാണ്. ഭാഗ്യദിക്ക് കിഴക്കും. ഭാഗ്യനിറം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച ധനുരാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ചുവപ്പും മഞ്ഞയും, ഉത്രാടം നക്ഷത്രം മകരം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് കറുപ്പും കടും നീലയുമാണ് ഭാഗ്യനിറങ്ങൾ. ഉത്രാടം നക്ഷത്ര ജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് അനുയോജ്യമായ രത്നം മാണിക്യമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക.